പല സൈസ് ബിരിയാണികളും എല്ലാവരും കഴിച്ചിട്ടുണ്ട്. ഈ ഹൈദരാബാദ് ബിരിയാണി ഒന്ന് വെച്ച് നോക്കി. ഈ പ്രാവശ്യത്തെ പെരുന്നാൾ അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ ആയിക്കോട്ടെ 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 ആയിക്കോട്ടെ. ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ആദ്യമേ തന്നെ നമുക്ക് പറയാനുള്ളത്, നമുക്കറിയാമല്ലോ പെരുന്നാൾ ദിവസമാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസ. അപ്പോൾ എല്ലാവരും കുടുംബത്തോട് ഒത്തുകൂടുന്ന ഒരു ദിവസം കൂടെ ആയിരിക്കും ഈ പെരുന്നാളെന്നൊക്കെ പറയുമ്പോൾ, അല്ലേ? നോയമ്പൊക്കെ പിടിച്ച് എല്ലാവരും സന്തോഷത്തോടെ എൻജോയ് ചെയ്യുന്ന ദിവസമായിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് എല്ലായിടത്തും ചെയ്യുമല്ലോ. കൂടുതലും എല്ലായിടത്തും ബിരിയാണി തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമുക്കും ഇന്നൊരു ബിരിയാണി ചെയ്യാം, അല്ല? എന്താ വേറെ ഒന്നല്ല, ഹൈദരാബാദ് ബിരിയാണി. ഞാൻ ഒരുപാട് ബിരിയാണി ചെയ്തതാണ്, പല പ്രാവശ്യമായിട്ട് ചെയ്തതാണ് പലതും. ഇപ്പോൾ ചിക്കനും ബീഫും ഒക്കെ ഞാൻ ചെയ്തതാണ്. പക്ഷേ ഹൈദരാബാദ് ബിരിയാണി നമ്മൾ ചെയ്തിട്ടില്ല. ഇത് ഒരു വ്യത്യസ്തമായ രീതിയാണ് തോന്നുന്നു. നമുക്കത് ചെയ്തു നോക്കാം, അല്ല? ഒരു പക്ഷേ നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഏതായാലും സമയം കളയാതെ ആ ഹൈദരാബാദ് ബിരിയാണി ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, 2 ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ അളവിൽ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊന്ന് വെട്ടിത്തരാമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ബുദ്ധിമുട്ട്, ആളില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ശരി, ഞാൻ പറഞ്ഞ് നിങ്ങൾ വെട്ടിത്തരണ്ട, ഇങ്ങനെ എന്തായാലും ഞാൻ പീസാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് മേടിച്ചോണ്ടോ, നല്ല വെട്ടി തന്നേനെ അവർ. അപ്പം ബിരിയാണിയുടെ ആ ഒരു രീതിക്ക് വേണം അത് വെട്ടിയെടുക്കാൻ. രണ്ടാമത്തെ കോഴിയും കൂടെ ഒന്ന് വെട്ടിയെടുക്കട്ടെ. അപ്പോൾ 2 കോഴി നമ്മൾ ഇതുപോലെ ബിരിയാണി പീസാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല വൃത്തിയായിട്ട് കഴിക്കൊണ്ട് വരട്ടെ. ചിക്കനൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. ഇത് വെട്ടിക്കട്ടെ. കറക്റ്റ് ആ ബിരിയാണി പീസ് തന്നെയാണ് വെട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഒരല്പം സവോള എടുക്കണം. അപ്പോൾ 2 കോഴി 4 കിലോ ഉണ്ടായിരുന്നു. അതിൻ്റെ വേസ്റ്റെല്ലാം പോയ ശേഷം ബാക്കിക്കൊണ്ടാണ് നമ്മൾ ബിരിയാണി ചെയ്യുന്നത്. അപ്പോൾ ഈ 2 കിലോ സവോള ഉണ്ട്. കേരള ബിരിയാണി ആയിരിക്കുള്ള, ഹൈദരാബാദ് ബിരിയാണി ആയിരിക്കുള്ള, സവോള ഇല്ലാതെ ഒരു ബിരിയാണി പരിപാടി നടക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സവോള നമുക്കൊന്ന് കനം കുറച്ചരിഞ്ഞെടുക്കാം. അപ്പോൾ സവോളയൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കൈ കൊണ്ടൊന്ന് ഞെരടിയെടുക്കുക. സവോളയൊക്കെ ഇതേപോലെ ഒന്ന് ഞെരടി, അതായത് ഒന്ന് ഇളതളാക്കുക എന്നുള്ളതാണ്. ഇതേപോലെ ഒന്ന് റെഡിയാക്കി വെക്കുക. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച ശേഷം നമുക്കൊരു ഉരുളി അങ്ങോട്ട്, ഒരു ചെറിയ ഉരുളി. അപ്പോൾ നമ്മുടെ ഈ ഉരുളി ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. വിറകടുപ്പിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് കുറച്ചുകൂടെ നല്ലത്. പക്ഷേ നമുക്ക് അതിന് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഗ്യാസ് അടുപ്പിലൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ. ഈ ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് ആദ്യമേ തന്നെ കുറച്ച് സവോള ആ ഓയിലിനകത്തോട്ട് കൊടുക്കും. ഇതിൻ്റെ പകുതി സവോള അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഇത് സവോള ഒന്ന് വാർത്തെടുക്കണം, അതാണ് ഉദ്ദേശം. ഈ സവോള വാർത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് റെഡിയാക്കുന്നൊന്നുമില്ല. നമുക്ക് സാവകാശമൊക്കെ ഇത് വാർത്തെടുക്കാൻ പറ്റും. സവോളയൊക്കെ വറക്കുന്ന ഒരു രീതിയൊക്കെ എങ്ങനെയാണെന്നൊക്കെ ചിലപ്പോൾ അറിയാത്ത ആൾക്കാർ കാണും. അപ്പോൾ അവർക്ക് വേണ്ടി ഞാനൊന്ന് കാണിച്ചതേ ഉള്ളൂ ഇത് എങ്ങനെയാണ് വറുത്തെടുക്കേണ്ടതെന്ന്. അതെ, സവോളയൊക്കെ ഉണ്ട് ചെറുതായിട്ട് ഒരു ബ്രൗൺ നിറമാകണം കേട്ടോ. അപ്പം നമ്മുടെ ഒരു 3/4 ഭാഗമായിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്ത ശേഷം ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈ സവോളയൊക്കെ ചുമന്ന് വരുമ്പോഴത്തേക്ക് അണ്ടിപ്പരിപ്പ് ഇതിൻ്റെ അകത്ത് കിടന്ന് ഫ്രൈ ആയിക്കോളും. ഇതാകുമ്പോൾ ഒറ്റ ട്രിപ്പിന് തന്നെ നമുക്കത് വറുത്തെടുക്കാം. ഇനി നമുക്കിതിന് കുറച്ച് മുന്തിരിങ്ങാട് വേണം. ഇപ്പം ചില ആൾക്കാർ ഈ നെയ്ക്കകത്തൊക്കെ വറുത്തെടുക്കും. നമ്മളത് ഓയിലിനകത്ത് വറുത്തെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പം വേണ്ടേ, ഇത് സവോളയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇത് കോരിയെടുക്കും. നമ്മളവിടെയൊക്കെ ബിരിയാണി വെക്കുമ്പോഴത്തേക്ക് ഇതുപോലെ വറുത്തതിന് ശേഷം കരിയാപ്പിലൊക്കെ ഇട്ട് വറുത്താണ് കോരുന്നത്. പക്ഷേ ഇതിനകത്ത് കരിയാപ്പില ഒന്നും ഇടത്തില്ല കേട്ടോ. അതൊക്കെ ചില വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ഹൈദരാബാദ് ബിരിയാണിയൊക്കെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. സവോളയൊക്കെ വറുത്ത് പോകുമ്പോൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ സവോളയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിനുള്ളതാണ്. ഇനി നമ്മൾ നേരത്തെ എടുത്തിട്ട് ബാക്കി സവോളയും കൂടെ അങ്ങോട്ട് ഇട്ടു. ഈ സവോളയും കൂടെ ഇതേപോലെ ഒന്ന് വറുത്തെടുക്കട്ടെ.
ഇപ്പം രണ്ടാമത്തെ സവോളയും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സവോളയൊക്കെ വറുത്തു. ഇനി നമുക്ക് ആ ഹൈദരാബാദ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതേപോലെ ചെറിയ ചെമ്പ് അങ്ങോട്ട് എടുക്കുക. ഇപ്പോൾ വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്ന ആ ചിക്കൻ ഈ ചെമ്പിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി അതും ഇട്ട് കൊടുക്കുക. നമുക്ക് കുറച്ച് പച്ചമുളക് ഇതേപോലെ ഒന്ന് പേസ്റ്റാക്കിയത് 1 ടേബിൾ സ്പൂൺ അളവിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ എരിവിന് വേണ്ടി ഞാൻ പച്ചമുളക് ചതച്ചാണ് ഇട്ടിരിക്കുന്നത്. പച്ചമുളക് ഒഴിവാക്കിക്കൊണ്ട് വേണമെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടം, തന്മയത്തമായിട്ട് ചെയ്യത്തില്ലേ, അങ്ങനെ ചെയ്തൊക്കെ. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് അധികം പുളിയില്ലാത്ത തൈര്, കുറച്ചങ്ങോട്ടിട്ട് ഇതിൻ്റെ ഒരു അരപ്പാത്രം കണ്ടിയായിട്ടിട്ടുണ്ട് തൈര്. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 പിടി മല്ലിയിലയും പുതിനയും കൂടെ അതുകൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവാള അതുകൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഹൈദരാബാദ് ബിരിയാണിയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ കൂട്ടിനകത്ത് അവർ നെയ്യ് ഒഴിക്കും. നെയ്യും തൈരും ഒക്കെ ഒഴിക്കും. നമ്മൾ ഇവിടുത്തെ രീതിക്കെന്ന് പറഞ്ഞാൽ സാധാരണ ഇഞ്ചി പച്ചമുളകും അല്ല വെളുത്തുള്ളി പേസ്റ്റാക്കി സാധാരണ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് മസാലയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് വറുത്തെടുക്കുക, അങ്ങനെ ചെയ്യും. പക്ഷേ ഇതങ്ങനല്ല. അതുകൊണ്ടാണ് വ്യത്യസ്തമായ രീതിയാണ് ഹൈദരാബാദ് ബിരിയാണി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി ചേർക്കേണ്ടത് നെയ്യാണ്. ഒരു 3 ടീസ്പൂൺ അളവിൽ നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളത്. ഇത് നല്ലപോലെ കൈകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നാലേ ഇത് പിടിക്കത്തുള്ളൂ. ഇതിൻ്റെ മസാലയൊക്കെ പിടിക്കണമെങ്കിൽ കൈകൊണ്ട് തന്നെ അത് ഇളക്കണം. അതിന് ശേഷം നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് അമിക്കാൻ നോക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതൊന്ന് അടച്ചു വെക്കുക. ഏകദേശം 1 മണിക്കൂറെങ്കിലും ഒന്ന് ഇരിക്കണം. അപ്പോഴേ ഇതിൻ്റെ അകത്ത് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കത്തുള്ളൂ. ഒന്ന് അടച്ചു വെക്കുകയാണ്. ഇനി നമുക്ക് ബിരിയാണി അരി ഒരു 2 കിലോ ബിരിയാണി അരി എടുത്തിട്ടുണ്ട്. ഇച്ചിരി നീളമുള്ള നമ്മളെടുത്തിരിക്കുന്ന ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ്. ഈ പാത്രത്തിലൊക്കെ ഈ അരി ഉണ്ടല്ലോ നല്ലപോലെ നേരടി ഒന്ന് കഴുകി ഇതിൻ്റെ കാടിയെല്ലാം കളഞ്ഞ് ഒരു 3-4 പ്രാവശ്യമെങ്കിലും നല്ലപോലെ കഴുകണം. അതിനുശേഷം കാട് കളഞ്ഞിട്ട് കുറച്ച് നല്ല വെള്ളം ഒഴിച്ച് അങ്ങോട്ട് വെക്കുക. ഇത് നല്ലപോലെ കുതിരുകയും ചെയ്യും. ആ ചിക്കൻ എന്നപ്പോൾ 1 മണിക്കൂർ ആവുകയും ചെയ്യും. അതുവരെയൊക്കെ ഷോർട്ട് ബ്രേക്ക്, 1 മണിക്കൂർ ഷോർട്ട് ബ്രേക്ക് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം കാണാം. ഓക്കെ. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യമേ ചിക്കൻ ഒന്ന് റെഡിയാക്കണം ആദ്യം. അപ്പം ഞാൻ ഈ ഉരുളിക്കകത്താണ് ആ ചിക്കൻ ഒന്ന് റെഡിയാക്കുന്നത്. നമ്മൾ ഈ ചിക്കൻ പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്പിൻ്റെ ചെവിട് കട്ടി കുറവായതുകൊണ്ടാണ് ഞാൻ ഈ ഉരുളി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉരുളിക്കകത്താണ് ഇത് വേവിച്ച് റെഡിയാക്കണം ആദ്യം. ഇതാണ് ഈ ഉരുളി ചൂടായതിന് ശേഷം ഈ ചിക്കന് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് ഈ ചെമ്പിൻ്റെ അകത്തുള്ള ഗ്രേവി ഉടക്കിയിട്ട് എടുക്കാനായിട്ടാണ് അത് തുറത്ത് വെച്ചത്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പം നമ്മളൊരല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ഒന്ന് വലിയട്ടെ. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. കാര്യം അടിക്കൊന്നും പിടിക്കല്ലേ. അപ്പം നമ്മൾ നേരത്തെ ഒഴിച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ള ഒരല്പം ഓയിൽ, നമ്മൾ നേരത്തെ സവാള വറുത്ത് വെച്ചിരിക്കുന്ന ആ ഓയിൽ തന്നെ ഇത്ര ഒഴിക്കണ്ട, ശകലം ഒഴിച്ചാൽ മതി. കുറച്ച് ഒഴിച്ചിട്ടേ ഉള്ളൂ, ബാക്കി നമുക്ക് മാറ്റി വെക്കണം. ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി നമുക്കൊന്ന് അടച്ചു വെക്കണം. ഉരുളിക്കകത്താകുമ്പോൾ നമുക്ക് പേടിക്കാതെ ചെയ്യാം. തീ ഒരു മീഡിയം രീതിക്ക് വേണം വെക്കാനായിട്ട്. കാര്യം ആ ചെറിയ തീ വേണം ഇത് വേവിച്ചെടുക്കാൻ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. ഈ ചിക്കൻ ഒരു 80% വെന്താൽ മതി.
ബാക്കി 20% നമ്മൾ ദമ്മിൻ്റെ അകത്തിരുന്ന് വേകാനുള്ള ഒരല്പസമയം ആയതിനു ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇത്രയും കട്ടിയുള്ള ഉരുളിയായിട്ട് തന്നെ കണ്ടോ. അതുകൊണ്ട് ചെമ്മിൻ്റെ കാര്യം ഇത് വെള്ളമൊന്നും ഒഴിക്കാതെ ചെയ്യുന്നതല്ലേ, വെള്ളം ഒഴിക്കാതെ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അത് അടുക്കി പിടിക്കല്. അപ്പോൾ ഇതിന് പാകത്തിന് ഉപ്പും മസാലയൊക്കെ കറക്റ്റാണ്. ഇനി നമ്മളൊന്നും അടച്ചു വെക്കാം. ഒരു 80% വേകണമെന്നല്ലേ പറഞ്ഞു, അത്രയും വേകണം. ഇപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വെന്താൽ മതി, ഏകദേശം ഒരു 5 മിനിറ്റ് കൂടെ ഒന്നിരിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു കഷ്ണം വേണമെങ്കിൽ ഇങ്ങനെ നോക്കാം. ഇനി ഈ അടുപ്പങ്ങ് നിർത്തിയിട്ട് നമുക്ക് ഈ മസാലയൊക്കെ കോരിയിടാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. തികച്ചും വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ഹൈദരാബാദി ബിരിയാണിയുടെ ആ ഒരു കൂട്ടും കാര്യങ്ങളുമൊക്കെ. ഇത് നമ്മൾ തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെക്കുകയാണ്. ഇനി ചോറിൻ്റെ പരിപാടികളുണ്ട്, അതുകൂടെ ചെയ്യണം. അപ്പോൾ നമ്മളൊരു കലം വെച്ചിട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ പലരും ഇതന്നെ കാലത്തിൻ്റെ അകത്തൊക്കെ ഉണ്ട്, നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനല്ലേ. അപ്പം പിന്നെ ഇതൊക്കെ മതി, വീട്ടിലുള്ള സാധനം കൊണ്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ അല്ലേ. നമുക്കിതിൻ്റെ അകത്തോട്ട് കുറച്ച് മസാലയൊക്കെ, ഒരു 5-6 ഏലക്കായി, അതേപോലെ ഗ്രാമ്പും, ഇച്ചിരി കുരുമുളകും, ഒരു കഷ്ണം കറുവാപ്പട്ട ചെറുതായിട്ട് ഒഴിച്ച് ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. എല്ലാം കൂടെ കിടന്ന് വെന്ത് ഈ മസാല ടേസ്റ്റൊക്കെ വെള്ളത്തിൽ പിടിച്ചിട്ട് അടച്ചു വെക്കാം. ഈ വെള്ളം ഇപ്പോൾ തിളങ്ങി, വലിയ അടുപ്പായിട്ട് പെട്ടെന്ന് തന്നെ തിളങ്ങി. ഈ ചോറിന് ഇച്ചിരി കളറൊക്കെ വേണമെന്ന് നിർബന്ധമുള്ളവർ ഒരല്പം മഞ്ഞൾപ്പൊടി അങ്ങോട്ട് എടുക്കുക, ഒരു പാത്രത്തിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ഇച്ചിരി വെള്ളവും കൂടെ അതിൻ്റെ അകത്തോട്ട് ഒഴിക്കുക. ഇപ്പം മഞ്ഞ കളറായി. വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. നമ്മൾ 1 മണിക്കൂറാണ് പറഞ്ഞത്, ഇപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ആയിട്ടുണ്ട്. അരിയൊക്കെ നല്ലപോലെ കുതിർന്നുണ്ട്. ഇനി ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ചെമ്പാണെങ്കിൽ കുടഞ്ഞങ്ങോട്ട് ഇട്ടാൽ മതി, ഇപ്പോൾ അതുപോലെ പറ്റുമല്ലോ. എൻ്റെ ഇത് ചെറിയ ചെമ്പില്ല. അപ്പോൾ ഈ അരി ഇങ്ങനെ അങ്ങോട്ട് കുറേശ്ശെ ഈ പാത്രത്തിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഈ 2 കിലോ അരിയാണിത് കേട്ടോ. അപ്പം ഏകദേശം ഒരു 10-15 പേർക്ക് കൊടുക്കാം. അപ്പോൾ അരിയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒരല്പം ഓയിൽ അതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. കാരണം ചോറിന് പശ ഉണ്ടെങ്കിൽ തന്നെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അടച്ചങ്ങോട്ട് വെക്കുക. ഈ ചോറ് നേരത്തെ നമ്മൾ ചിക്കൻ 80% വെച്ചിട്ടുള്ളൂ. ഏകദേശം അത്രയും സമയം ഈ ചോറും കൂടെ വേണം. നമുക്ക് തുറന്ന് നോക്കാം, ഒന്ന് ഇളക്കിയിട്ട് നോക്കട്ടെ, ഒന്ന് എടുത്ത് നോക്കാം. അപ്പം അത് ഏകദേശം ഒരു 80% വെന്തിട്ടുണ്ട്. ഒരല്പം എടുത്ത് കഴിച്ച് നോക്കണം. എന്തിനാണെന്നറിയോ, ചോറിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പില്ലെന്നുണ്ടെങ്കിൽ അല്പം ഉപ്പ് പൊടി കൊണ്ട് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇതിപ്പോൾ റെഡി ആയതിനു ശേഷം ഞാൻ ഈ അടുപ്പൊക്കെ നിർത്തും. ഇനി നമ്മൾ ഇതേപോലെ ഒരു കിഴുത്ത പാത്രത്തിനകത്തോട്ട് ഈ ചോറ് കോരി അങ്ങോട്ട് ഇടാം. അപ്പോൾ ചോറെല്ലാം നമ്മൾ കോരിയിട്ടുണ്ട്. ഇനി ഇത് ഈ ചിക്കൻ്റെ മുകളിലോട്ട് ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ചോറിന് വേണ്ടി വറുത്ത് വെച്ചിട്ടാണ് സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഇങ്ങനെ കുറേശ്ശെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരല്പം മല്ലിയിലയും പുതിനയും കൂടെ അരിഞ്ഞത് നേരത്തെ എടുത്തതിൻ്റെ ബാക്കിയാണ് നമ്മളിതിലിട്ടിരുന്നത്. ഇതിനകത്തോട്ട് നമുക്കൊരല്പം നെയ്യൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കും, വട്ടത്തിലിങ്ങനെ. ഇച്ചിരി മഞ്ഞൾ കലക്കി ആ വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിക്കും. ഈ ഹൈദരാബാദ് ബിരിയാണിക്ക് നമ്മളിപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി കലക്കി അങ്ങോട്ട് ഒഴിച്ചില്ലേ, പാലിൻ്റെ അകത്തും ഇച്ചിരി കുങ്കുമപ്പൂ ഒക്കെ കലക്കി അങ്ങനെയാണ് ഇത് ഒഴിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഈ കുങ്കുമപ്പൂ ഇല്ലാത്തതുകൊണ്ട് ഇത് ഈ മഞ്ഞൾ വെള്ളം കലക്കി അങ്ങോട്ട് ഒഴിക്കുന്നതെന്നുള്ളൂ. ഇനി നമുക്ക് ബാക്കി ചോറൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യുടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇനി ആ വാർത്ത് വെച്ചിരിക്കുന്നതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക.
മല്ലിയിലയും പുതിനയും. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ബിരിയാണി വെക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ചിലപ്പോൾ പൈനാപ്പിളൊക്കെ അരിഞ്ഞിട്ടും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഈ മഞ്ഞൾ വെള്ളം കളിക്കും. ഇപ്പം നെയ്യ് നമ്മൾ ഒഴിച്ചിരിക്കുന്ന കുറവായിട്ട് തോന്നുവാണെങ്കിൽ അല്പം സൺഫ്ലവർ ഓയിലൂടെ ചേർക്കാവുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ നെയ്യ് ആവശ്യത്തിലുള്ളതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നില്ല. ഇത് ദമ്മാണ് ശരിക്കും. അപ്പം മൈദയൊക്കെ വെച്ച് ഒന്ന് ഒട്ടിക്കണം. ഇതുണ്ട്. ഇനി ഇത് അങ്ങോട്ട് അടച്ചു വെക്കാം. ഇത് താഴോട്ട് വെക്കുകയാണ്. നമ്മൾ അടുപ്പ് ഒന്നുകൂടെ കത്തിക്കുകയാണ്. തീ കുറച്ചങ്ങോട്ട് വെക്കും. അതിന് ശേഷം പഴയ ഒരു ദോശക്കല്ല് ഇതെടുത്ത് അങ്ങോട്ട് വെക്കുക. ഇനി ഇതിൻ്റെ മേളിലോട്ട് അങ്ങോട്ട് വെക്കുക. കാര്യം നമ്മൾ നേരെ അടുപ്പിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയെല്ലാം പിടിക്കും. ഇതാകുമ്പോഴത്തേക്ക് അങ്ങനെ ഉണ്ടാകത്തില്ല. ഇത്തിരി ചൂട്ട് ഉയർത്തിച്ച് അതിൻ്റെ മേളിലൊന്ന് വെക്കണം. ഇതൊക്കെ പഴയ രീതിയാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. വിറകടുപ്പാണെങ്കിൽ ഈ ചൂട്ട് കത്തിക്കേണ്ട കാര്യമില്ല. ഇത്തിരി കനൽ വാരിയാൻ കിട്ടാൽ മതി. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, കനലിടാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇത്തിരി ചൂട്ട് കത്തിച്ച് അതിൻ്റെ മേളിലോട്ട് ഇടും. ഒരു കല്ലൂടെ അങ്ങോട്ട് വെക്കാം. അവിടെ ഇരിക്കട്ടെ. സാധാരണ നമ്മൾ ഓഡിറ്റോറിയത്തിലൊക്കെ ബിരിയാണി വെക്കുമെന്ന് പറഞ്ഞാൽ ദമ്മാക്കിയിട്ട് മേളിൽ താഴെ കനലൊക്കെ ഇട്ട് അങ്ങനെയാണ് ഇടുന്നത്. ഇപ്പം നമുക്ക് സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഈ രീതിയിലൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇത് കുറച്ച് സമയം ഇരിക്കട്ടെ. അടിയിൽ ചെറുതായിട്ട് തീ എത്തുന്നുണ്ട്. അല്പസമയം കഴിച്ചതിന് ശേഷം വേണം നിർത്തിയിട്ട് അതിന് ശേഷം നമുക്കിത് പൊട്ടിക്കാം. ബിരിയാണിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുക. നമുക്ക് തുറന്ന് നോക്കാം. കരിയൊക്കെ വിറകടുപ്പുണ്ടായിരുന്നു. ഈ പാട് വല്ലതും ഉണ്ടായിരുന്നു അല്ലേ? ഇനിയിപ്പോൾ ഗ്യാസ് ഇനിയിപ്പം വിറകടുപ്പായിരിക്കും എല്ലാവരും ഉപയോഗിക്കേണ്ടത്. ഇപ്പം അതൊക്കെയാണ്. നമുക്കിത് പൊറ്റിയെടുത്ത് ഈ ടേബിളിൻ്റെ മേളിൽ വെക്കുന്നത്. ദോശക്കല്ല്. ഇപ്പം നമ്മൾ ഒരുപാട് ബിരിയാണിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇല്ല ഒത്തിരി ബിരിയാണി ചെയ്തിട്ടുണ്ട്. ഹൈദരാബാദ് സ്പെഷ്യൽ ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? ഇല്ല. കഴിച്ചിട്ടുമില്ല, ചെയ്തിട്ടുമില്ല അല്ലേ? പക്ഷേ എന്നാലും ചെറിയ ഒരു സ്പെഷ്യൽ ഉണ്ട് അതിനകത്ത്. നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ വ്യത്യസ്തമായ രീതി തന്നെയാണ് ഹൈദരാബാദ് ബിരിയാണി. ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം അല്ല? അതെ, നല്ല ചൂട് വറക്കുന്ന നല്ല അടിപൊളി ഒരു മണമാണ്. കൊതിപ്പിക്കുന്ന ഒരു മണം. നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് മാറ്റാം. നല്ല ചൂട് ബിരിയാണി അല്ല, ഇപ്പോഴും നല്ല ചൂടാണ്. അത് അങ്ങനെ വെച്ചോണ്ട് മസാലയൊക്കെ അടി കിടന്നുണ്ട്. ഇച്ചിരി മസാലയൊക്കെ അങ്ങോട്ട് എടുക്കാം. നമ്മളങ്ങനെ വെച്ചോണ്ട് അടിക്കൊന്നും പിടിച്ചിട്ടില്ല. ചോറൂടല്ലേ? ഇപ്പോൾ നമ്മുടെ പെരുന്നാൾ സ്പെഷ്യൽ ഹൈദരാബാദ് ബിരിയാണി റെഡിയാക്കിയിട്ടുണ്ട്. നല്ല കൊതിപ്പിക്കുന്ന ഒരു മണമാണ് കേട്ടോ. അത് ഒരു തർക്കമില്ല. പിന്നെ വേറെ കാര്യമുണ്ട്. നമ്മൾ വീട്ടിലൊക്കെ വെക്കുമ്പോഴത്തേക്കും ഇപ്പം നമുക്കൊരു 5-10 പേർക്ക് കഴിക്കാനുള്ള രീതിയിലാണ് ഞാനത് ചെയ്ത്. ഇപ്പോൾ പെരുന്നാളാകുമ്പോൾ അത്രയും പേരൊക്കെ പല വീടുകളിലും ഉണ്ട്. അപ്പം പല സൈസ് ബിരിയാണികളും എല്ലാവരും കഴിച്ചിട്ടുണ്ട്. ഈ ഹൈദരാബാദ് ബിരിയാണി ഒന്ന് വെച്ച് നോക്കി. ഈ പ്രാവശ്യത്തെ പെരുന്നാൾ അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്തു എടുക്കാവുന്നേ ഉള്ളൂ. ഇതേപോലെ നമ്മളിപ്പോൾ വിശദമായിട്ട് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ചെയ്യാൻ ആഗ്രഹമുള്ളവർ അങ്ങനെ ചെയ്യട്ടെന്ന് വിചാരിച്ചാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. പിന്നെ വേറെ ആരുണ്ട്, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അല്ലേ ഒരു പെരുന്നാൾ ആശംസകൾ. വേറെ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. ബൈ.